തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആരായിരുന്നു? മനസ്സിലായി. ഇദ്ദേഹത്തിന് അറിയാമോ? എനിക്കറിയില്ല. ദീന് ദിനാർ മലിക്കന്ത അഴക്കൂട്ടത്തുള്ള അലി മുസ്ലിയാരാണോ? നമ്മൾ കോഴിക്കോട്. അല്ല, എനിക്ക് അത്ര ക്ലിയർ ആവുന്നില്ല. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് പെരുമാതറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫാത്തിമാസ് 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറിയാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഫാത്തിമാസ് 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ഈ കൈവശം. ഈ സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ഷോപ്പിൽ പോയിട്ടുണ്ടോ? പോയായിരുന്നോ? എങ്ങനെയുണ്ട്? നമ്മളിപ്പോൾ സ്വർണ്ണവിലയൊക്കെ വർദ്ധിച്ചു വരുന്ന സമയത്ത് നമുക്കൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ അതിനകത്തുണ്ട്. ക്വാളിറ്റിയുള്ള സാധനങ്ങളല്ലേ? എല്ലാ മാലകളായിരുന്നാലും മറ്റു വളകളായിരുന്നാലും എല്ലാം ക്വാളിറ്റി ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആരായിരുന്നു? തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന ഏക മുസ്ലിം. വേണ്ടേ? അറിയാമോ? അപ്പോൾ എന്തായാലും അവിടെ കുറച്ച് ആൾക്കാരിരിക്കുന്ന അങ്ങോട്ട് പോയി ഒന്ന് ചോദിക്കാം. അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ സമ്മാനം ഫാത്തിമാസ് 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി നൽകും. മനസ്സിലായി. നമ്മൾ ഈ ഗോൾഡ് കവറിങ് ആഭരണങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് ലഭ്യമാണ്. കൂടാതെ നമ്മളെ ഈ വിവാഹ പാർട്ടികൾക്ക് ഇപ്പോൾ ഈ സ്വർണത്തിൻ്റെ വില വർദ്ധിച്ചു വരുന്ന സമയമായതുകൊണ്ട് തന്നെ വിവാഹ പാർട്ടികൾക്കെല്ലാം തന്നെ അണിഞ്ഞ് വിവാഹ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു റെൻ്റൽ സംവിധാനവും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഭവം നല്ലതാണ്. കാരണം ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് സാധാരണക്കാർക്ക് സഹിക്കാൻ പറ്റുന്ന, സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ഇതാണ്. അവർക്ക് എന്തുകൊണ്ട് നല്ലൊരു കാര്യമാണിത്. കാരണം ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് 1 പൗൺ പോലും പാവങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഓടി വന്നാൽ 10, 100, 500 രൂപ മുടക്കിയാൽ വാടകയ്ക്ക് റെൻറ്റിനായിരുന്നാലും എടുത്തുകൊണ്ട് പോകും, അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യാം. അഭിനന്ദനങ്ങൾ. ഓക്കെ. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന ഏക മുസ്ലിം ആരായിരുന്നു? തിരുവിതാംകൂർ ദിവാനായിരുന്ന ഒരു മുസ്ലിം ഉണ്ട്. അതാരായിരുന്നു? മാമ എന്തൊക്കെയാ പറയുന്നത്? എനിക്കറിയില്ല. അലി മുസ്ലിയാരാണോ? അലി മുസ്ലിയാരല്ല. അല്ല, അറിയില്ല. അറിയില്ല. ഞങ്ങളുടെ കൈവശം പെരുമാതറ പുതുക്കുറിച്ചി കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച ഫാത്തിമാസ് 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന ഏക മുസ്ലിം ആരായിരുന്നു? രാജഭരണകാലത്തൊരു മുസ്ലിം ദിവാൻ ഉണ്ടായിരുന്നു. ആരായിരുന്നു എന്നാണ്? അണ്ണ എല്ലാം റെഡിയായിരിക്കുകയാണ്. ഒന്ന് ഓർമ്മിച്ച് പറ. ഇദ്ദേഹത്തിന് അറിയാമോ? എനിക്കറിയില്ല. എന്താണ് അദ്ദേഹത്തിന് അറിയാം. തിരുവിതാംകൂറിൽ ദിവാനായിരുന്ന ഏക മുസ്ലിം ഒരാൾ മാത്രമേ മുസ്ലിമായിട്ടുണ്ടായിരുന്നുള്ളൂ. ദിവാൻ. പുള്ളിയുടെ പേരുണ്ട്, പക്ഷെ എനിക്ക് മറന്നുപോയി. പ്രൈസ് ഉണ്ടാ? അതുകൊണ്ടല്ലേ പറഞ്ഞ എന്തായാലും ദീന് ദിനാർ മലിക്കന്ത എന്താ ദീന് ദിനാർ മലിക്കന്ത എന്താണ് അല്ലേ? ദീന് ദിനാർ മാലിക് ദിനാറല്ല. ആര് പറഞ്ഞു? അല്ല, അദ്ദേഹമല്ല. അറിഞ്ഞൂടാ. അഴക്കൂട്ടത്തുള്ള മുസ്ലിമല്ലേ? പ്രൈസ് ഉണ്ട്. തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന ഏക മുസ്ലിം ആരായിരുന്നു?
തിരുവിതാംകൂറിൽ ആ. തിരുവിതാംകൂറിൽ നമ്മളെ താത്തമാരുടെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കാം. താത്തമാർക്ക് അറിയാമോ? ഉമ്മക്ക് അറിയാമോ? അറിയില്ല മോനെ, നമ്മക്കൊന്നും അറിയില്ല. അപ്പോൾ അതാണ്ട് ഇവിടെ ഈ പെരുമാതുറ പുതുക്കുറിച്ചിയിൽ ഒരു സ്ഥാപനമുണ്ട്. നമ്മളെ ഈ ഗോൾഡ് കവറിങ് ആഭരണങ്ങളെല്ലാം ഗ്യാരണ്ടി ഉള്ള ഗോൾഡ് കവറിങ് ആഭരണങ്ങളെല്ലാം കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഫാത്തിമ. നമ്മള് കോഴിക്കോട്. കോഴിക്കോടാണ്. അപ്പൊ പറഞ്ഞൂടെ ഈ തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന ആള്? ഉമ്മക്കറിയാമോ? ആര്? തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന ഏക മുസ്ലിം ആരായിരുന്നു? സാധാരണ CP രാമസ്വാമി, മറ്റ് മാധവറാവു, അങ്ങനെ ഒരുപാട് ദിവാൻമാരുണ്ടായിരുന്നു. എനിക്കറിയില്ല. ഒരു ദിവാൻ മുസ്ലിം ആയിരുന്നു. അതാരായിരുന്നു? കേട്ട് കേൾവിയുള്ളൂ, അറിവില്ല. ഇത് നമ്മളെ ഈ കേരളം രൂപീകൃതമാവുന്നതിന് മുമ്പ് ഫസ്റ്റിൽ പള്ളി വന്നതല്ലേ അല്ലല്ല, കേരളത്തില ദിവാൻ അന്ന് ഈ കേരളം ഉണ്ടാവുന്നതിന് മുമ്പ് തിരുവിതാംകൂർ എന്ന് പറഞ്ഞ നാട്ടുരാജ്യമായിരുന്നല്ലോ. കൊടുങ്ങല്ലൂരല്ലേ? കൊടുങ്ങല്ലൂരല്ല, കൊടുങ്ങല്ലൂർ ആദ്യത്തെ പള്ളി വന്ന സ്ഥലമാണ്. പള്ളി വന്നു. അപ്പോൾ തിരുവിതാംകൂറിൽ ആദ്യത്തെ ഒരു മുസ്ലിം ദിവാൻ ഉണ്ടായിരുന്നു. അറിയില്ല. ആ ദിവാനാണ് ഹബീബുള്ള എന്ന് പറയുന്ന ഒരു ദിവാൻ ഉണ്ടായിരുന്നു. 1934 മുതൽ 36 വരെ തിരുവിതാംകൂറിൽ ശ്രീചിത്ര തിരുനാൾ മഹാരാജാവായിരുന്ന കാലഘട്ടത്തിൽ 2 വർഷത്തോളം അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്നു. അദ്ദേഹമാണ് ഗുരുസ്വാമിയല്ല, ദിവാൻ ഹബീബുള്ള. അദ്ദേഹമാണ് നമ്മളെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള രൂപകൽപ്പനയും നിർമ്മാണ പ്രവർത്തികളും ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഈ PSC പബ്ലിക് സർവീസ് കമ്മീഷൻ പോലും ആരംഭിച്ചത് ഹബീബുള്ളയുടെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റെജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.